വയനാട് കള്ളാടിയിൽ 7 പേരുടെ മരണത്തിനിടയാക്കിയ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കരാർ കമ്പനിക്കെതിരെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയ അമിക്കസ് ക്യൂറി അപകട മുന്നറിയിപ്പുണ്ടായിട്ടും പ്രദേശത്തെ മൺകൂന നീക്കം ചെയ്തില്ല. അശ്രദ്ധ മൂലമുള്ള മരണമെന്ന നിലയിൽ കുറ്റം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കും. കരാർ കമ്പനിക്കെതിരെ മാത്രമല്ല ഉദ്യോഗസ്ഥ വീഴ്ചയും അന്വേഷിക്കണം. ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നിയമപരമായ വീഴ്ചയുണ്ടെന്നും അമിക്കസ് ക്യൂറി കോടതിയെ അറിയിച്ചു. ഷബ്നയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷബ്ന, എങ്ങനെയാണ് ഈ കള്ളാടിയിൽ ദുരന്തമുണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പലതരത്തിലുള്ള ദുരൂഹത നിലനിൽക്കുകയാണ്. അതിലാണ് ഇപ്പോൾ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് ഏറെ നിർണായകമാകുന്നത്. എന്താണ് ഇപ്പോൾ റിപ്പോർട്ടിൽ ഉള്ളത്? സ്വാതി, അമിക്കസ് ക്യൂറി ഇന്ന് ഹൈക്കോടതിക്ക് മുമ്പാകെ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ദുരന്ത നിവാരണ അതോറിറ്റി അതോടൊപ്പം തന്നെ കരാർ കമ്പനി എന്നിവരെ കുറ്റപ്പെടുത്തിയാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും അമിക്കസ് ക്യൂറി ഉന്നയിക്കുന്നത് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഇതിൽ ഉത്തരവാദിത്വമുണ്ടായിരുന്നു. കാരണം ഏതെങ്കിലും തരത്തിൽ ദുരന്തമുണ്ടാകും എന്ന രീതിയിലുള്ള പ്രതീക്ഷയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അത്തരത്തിലൊരു ഇടപെടൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നടത്താമായിരുന്നു. എന്നിട്ടും ഇതുമായി ബന്ധപ്പെട്ട ഫയൽ മടക്കുകയാണ് ചെയ്തത്. അത് ഗുരുതരമായ വീഴ്ചയാണ് അമിക്കസ് ക്യൂറി പറയുന്നു. അതോടൊപ്പം തന്നെ കരാർ കമ്പനിക്ക് മുൻപ് ആന്ധ്രയിൽ ഫ്ലൈ ഓവർ നിർമ്മിച്ചപ്പോൾ ഇതേ കമ്പനിയുടെ ദുരന്തം സൃഷ്ടിക്കുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അപകടം ഉണ്ടാകുകയും 2 പേര് മരിക്കുകയും ചെയ്തതാണ്. അത്തരം പൂർവ്വ ചരിത്രങ്ങൾ പരിശോധിക്കാതെയാണ് കരാർ നൽകിയത്. ഈ കരാർ കമ്പനിക്ക് ഇത്തരം കരാർ നൽകുമ്പോൾ സർക്കാർ അത് പരിശോധിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയും കരാർ കമ്പനിയും കൃത്യമായി ഇടപെട്ടില്ല. ഈ 7 പേരുടെ മരണത്തിനിടയാക്കി. മറ്റൊന്ന് പോലീസിൽ ഇതിൽ വിശദമായ അന്വേഷണം വേണം എന്നൊരു നിർദ്ദേശമാണ്. കാരണം ഈ 7 പേരുടെ മരണത്തിന് ഇടയാക്കിയത് അശ്രദ്ധ മൂലമുള്ള അപകടമാണ്. അശ്രദ്ധ മൂലം മരണമുണ്ടാക്കി എന്നത് സംബന്ധിച്ച് പോലീസ് കൃത്യമായി അന്വേഷിക്കണം എന്നും അമിക്കസ് ക്യൂറി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഈ ഹർജി ഏതായാലും അടുത്ത ദിവസം പരിഗണിക്കാനായി കോടതി മാറ്റിയിട്ടുണ്ട്. വയനാട് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയാ സ്വീകരിച്ച ഹർജിയുടെ കൂട്ടത്തിലാണ് ഈ വയനാട്ടിലെ ഇപ്പോഴുണ്ടായ ദുരന്തവും പരിഗണിക്കുന്നത്. ശരി ഷബ്ന.